ഹായ് മക്കളെ, ഏക്കെയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല അടിപൊളിയായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. സ്കൂളൊക്കെ തുടങ്ങാനാകുവാണ് കേട്ടോ. കുറച്ചുകൂടി ഉണ്ട്, എന്നാലും നമ്മൾ അങ്ങനെ പറയണല്ലോ. മക്കളെ, സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഈ ചാപ്റ്റർ ഒക്കെ സുന്ദരമായിട്ട് പഠിച്ചിട്ട് വേണം സ്കൂളിൽ പോവാൻ. അതിനു വേണ്ടിയിട്ട് നമ്മളിത് അടിപൊളി ട്രിക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കും. ഒന്നാം ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കുനിഷ്ട് പിടിച്ച അളവുകൾ അളക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതെന്താണ് കുനിഷ്ട് പിടിച്ച കാര്യം അല്ലേ? കുനിഷ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് അളന്നെടുക്കാൻ. സോ ഇങ്ങനെ അളന്നെടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാ ഞാൻ പറയാം. ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, നേരെയുള്ള വരയാണ്. ഒരു സ്കെയിൽ എടുത്താൽ എനിക്ക് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കും. ഞാൻ അളക്കുകയാണെങ്കിൽ എനിക്ക് ഇതിപ്പോൾ 9.2 സെന്റിമീറ്റർ അളന്നാൽ കിട്ടും, സ്കെയിലോട് അളക്കാൻ പറ്റും. അതേ സമയത്ത് ഈ വര കുറച്ച് വളവുകൾ ഉള്ള വരയാണെങ്കിലോ, വളഞ്ഞ വര, കർവ്ഡ് ലൈൻ എന്ന് പറയും. ഈ കർവ്ഡ് ലൈന് ഈ ഒരു സ്ട്രെയിറ്റ് ആയ സ്കെയിൽ കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുമോ? പറ്റൂലോ. അപ്പൊ എങ്ങനെ അളക്കും? അതിനുള്ള ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ അതിനുമേ ചെറിയൊരു കാര്യം പറയാണ്. സൈലത്തിന്റെ യോധ ബാച്ചിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2000 റുപ്യ പോലും ഇല്ലടാ. ₹1 കുറച്ചാൽ 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തെ കോഴ്സ് എന്നെ പോലെയുള്ള പ്രഗത്ഭരായ ടീച്ചേഴ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. സീരിയസ് ആയിട്ട് പറയാണ്, ഒരുപാട് ബെസ്റ്റായ ടീച്ചേഴ്സ് ഉണ്ട്. കേരളക്കാരെ കണ്ട ഏറ്റവും മികച്ച ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കൂടാതെ ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ഡൗട്ട് ഡിസ്കഷൻ ക്ലാസ്സും ഒക്കെ നമുക്ക് തകർത്ത് പഠിക്കണം. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് കയറിവ. താഴെ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. വേഗം വാ, ഫോൺ നമ്പറൊക്കെ ഉണ്ട്, വിളിച്ച് അഡ്മിഷൻ എടുത്തോളൂ വേഗം. സോ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു വളഞ്ഞ വരേന്റെ അളവെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ട്രിക്ക് കാണിച്ചു തരാം, നോക്കിയോ. ആദ്യം ഒരു വളഞ്ഞ വര വേണം. അപ്പൊ ഈ വളഞ്ഞ വര വരുമോ? ഓക്കെ, നമ്മുടെ അഭിസാർ ഇവിടെ ഉണ്ട്. വളഞ്ഞ വര നമുക്ക് തന്നിട്ടുണ്ട്. ഈ വളഞ്ഞ വര നമുക്ക് ഒരിക്കലും ഇത് ചളക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ട്രിക്കാണ് മക്കളെ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, വേഗം നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു വളഞ്ഞ വര വരക്കി. വേഗം വരക്കി. ശേഷം പിന്നെ അവിടെ എവിടെയെങ്കിലും നൂലൊക്കെ ഉണ്ടാവും. ഇതേപോലെ നൂലെടുക്കാം. നൂലെവിടെ അബി? നൂലെവിടെ? യെസ്, നൂല് വന്നിട്ടുണ്ട്. സോ ഈ നൂലെടുത്തതിന് ശേഷം ആ നൂലിങ്ങനെ നീട്ടിയെടുക്കുക. ക്ലിയർ ആണോ? ഇതിലൊരു കാര്യം ചെയ്യണം. ഈ വളഞ്ഞ വരേന്റെ മുകളിൽ ഇങ്ങനെ ആ നൂല് ഇങ്ങനെ വെക്കണം. ഞാൻ കാണിച്ചു തരാം. ആ നൂലിങ്ങനെ വളഞ്ഞ വരേന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ എഡ്ജ് വരെ എൻഡ് വരെ വെക്കുക. ഇതിലൊരു കാര്യം ചെയ്യാം. നിങ്ങളൊരു പേന എടുത്തതിന് ശേഷം ഈ വര തുടങ്ങൂലേ, ആ വര തുടക്കുന്നതിന്റെ അവിടെ കൊണ്ടിങ്ങനെ ഡോട്ട് ഇട്ടോ. വേഗം സ്പീഡായിട്ട് ചെയ്തേ. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സോ ഇങ്ങനെ ഇവിടെ നമ്മൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ ഡോട്ട് കിട്ടിയിട്ടോ. അതിന്റെ അർത്ഥം അവിടെ മുതൽ ആ എൻഡ് വരിക, ഈ എൻഡ് വരെ ഈ വരയ്ക്ക് നീളമുണ്ടെന്നല്ലേ? ശരിയല്ലേ? സോ ശേഷം ഒരു കാര്യം ചെയ്യാം. ആ നൂല് ഇങ്ങോട്ടേക്ക് എടുക്കുക. ആ നൂലെടുത്തതിന് ശേഷം ഞാൻ ഇനി കാണിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഒരു സ്കെയിൽ എടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ആ നൂല് വെറുതെ ഇട്ടേച്ചോ. വെറുതെ ഇട്ടാ പോരാ. ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ്, നിങ്ങളത് ഒരു എൻഡ് എടുത്ത് നേരെ 0 കൊണ്ടുവയ്ക്കുക. സ്കെയിലിന്റെ 0 ഈ എൻഡിൽ കൊണ്ടുവയ്ക്കുക. കൊണ്ടുവച്ചതിന് ശേഷം അതിങ്ങനെ ആ വരകൾ നേരെ ഇങ്ങനെ നേർത്തി പിടിച്ച് ഞാൻ കാണാൻ സാധിക്കുന്നത്. ഇതുണ്ടോ? ഞാൻ ഇത് 24.8 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഇത്രയും നീളം എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നത് ഞാൻ അതിന്റെ അഗ്രഭാഗം മാത്രം കാണിച്ചാണ്. സോ നമുക്ക് എന്ത് കിട്ടി? ആ വളഞ്ഞ വരയ്ക്ക് അല്ലേ, ആ വളഞ്ഞ വര നമ്മളൊരു നൂല് കൊണ്ട് അളന്നിട്ട് ആ നൂലിന് ലെങ്ത് നമുക്ക് എന്ത് കിട്ടും? വളഞ്ഞ വരയുടെ നീളം കിട്ടും. സെറ്റ് അല്ലേ? അടിപൊളി സാധനമല്ലേ ഇത്? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മളെ വളഞ്ഞ വര വരപ്പിച്ചിട്ട് ഇതിന്റെ അളവെടുക്കുമോ എന്ന് നിങ്ങളോട് ആരെയും ചോദിച്ചാൽ, സൈലത്തിലെ കുട്ടിയാണ് ഞാനടാ, ഞാനിത് വരയ്ക്കും, അല്ല ഞാനിത് അളക്കും എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. സെറ്റ് അല്ലേ? ഐഡിയ കിട്ടിയോടാ? ഐഡിയ കിട്ടി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു സൂപ്പർ സംഭവമാണ്. ഞാൻ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബോൾ ഞാൻ സത്യം പറഞ്ഞാൽ വലിയൊരു ബോളില് കൊണ്ടുവന്നിരുന്നു ഇവിടെ. അത് നമ്മളെ ശ്രീലക്ഷ്മി മിസ്സിന് അറിയാലോ. ആ മിസ് എടുത്ത് കൊണ്ടുപോയിട്ട് തോന്നുന്നു മിസ്സിന്റെ കുട്ടിയൊക്കെ കളിക്കാൻ കൊണ്ടുപോയാണെന്ന്. മിസ്സിന് എത്ര കുട്ടികളുണ്ട്? 10 12 കുട്ടികൾ മിസ്സിനുണ്ട് മക്കളെ. എന്നിട്ട് മിസ് കൊണ്ടുപോയിട്ടുണ്ട്. സോ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും മിസ് കൊണ്ടോട്ടെ. സോ ഞാനിതിൽ വേറൊരു ബോള് നമ്മുടെ AD സാറ് മാത്സ് പഠിപ്പിക്കാൻ വേണ്ടി വെച്ചൊരു ബോളാണ്. സോ ഇതെടുത്ത് ഞാൻ കൊണ്ടുവന്നാണ്. ഈ ബോള് ഞാൻ ഇങ്ങനെ എടുത്തു കേട്ടോ. ഇതിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ ഡയമീറ്റർ നമുക്ക് അളക്കണം.
എന്താ ഡയമീറ്റർ? ഇതിന്റെ വ്യാസം എന്ന് പറഞ്ഞാല് ഇതിനുള്ളിൽ കൂടി ഞാനൊരു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാണ് വ്യാസം. എടാ ഞാൻ കാണിക്കാം. നമ്മളിത് കണ്ടുപിടിച്ചോട്ടത്. എത്ര കിട്ടിയത്? 24.6 അല്ലേ, സോറി 8 അല്ലേ കിട്ടിയത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേഗം നമ്മൾ പറഞ്ഞു. ഇനി ഗോളത്തിന്റെ വ്യാസം അളക്കുന്ന കാര്യമാണ്. ഞാൻ ആദ്യം ഒരു ഗോളം എടുക്കാം. കണ്ട ഈ ഗോളം ഒരു ബാസ്കറ്റ് ബോൾ ആണ്. ഈ ലെങ്ത് ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് എന്ത്? വ്യാസം എന്ന് പറഞ്ഞാൽ. ഈ വ്യാസം അളക്കുവാൻ വേണ്ടി ഒരു സ്കെയിൽ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അളക്കാൻ പറ്റുമോ നമുക്ക്? പറ്റൂല. ഇതിനുള്ളിൽ കൂടെ ലെങ്ത് അല്ല കിട്ടേണ്ടത്. ഒരു നൂല് നമ്മൾ എടുത്തു, നൂലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ അളക്കാൻ പറ്റുക? അപ്പൊ അതും പറ്റൂല. അപ്പൊ ഇനിയിപ്പോ എന്താ ട്രിക്ക് എന്താണുള്ളത്? അതല്ലേ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയ കുഴപ്പമുള്ള അളവുകളെ കുഴപ്പമില്ലാതെ പഠിക്കാം അല്ലെ, കൃത്യമായിട്ട് അളക്കാൻ നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഇത് അളക്കാനും നമുക്ക് ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇതേപോലെ 2 മരക്കട്ടകൾ എടുക്കാം. എന്താ കണ്ടോ, 2 മരക്കട്ടകൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് വരെ ബേസ് കേട്ടോ. സോ ഞാൻ ഇങ്ങനെ മരക്കട്ടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശേഷം ഈ ബോളിനെ എന്ത് ചെയ്യണം? ഈ മരക്കട്ടന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വെക്കണം. കണ്ടോ ബോൾ പോയി നിന്നത്. സോ എന്നിട്ട് എന്ത് ചെയ്യുക? ഈ മരക്കട്ടനെ ഒന്ന് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിനു ശേഷം രണ്ടും കൂടെ ചേർത്ത് വെക്കുക. അതായത് ഇതൊരു മരക്കട്ട, വേറൊരു മരക്കട്ട കിട്ടുമോ? ഇതൊരു മരക്കട്ട യെസ് ആയിക്കോട്ടെ, മരക്കട്ട യെസ്. ഇങ്ങനെ വെക്കുക. കണ്ടോ ഇല്ലേ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ശേഷം ഇതിന്റെ ഇടയിലുള്ള വിടുത്തില്ല, ഇതിങ്ങനെ അളന്നാൽ മതി. സെറ്റായിട്ട് നമുക്ക് അളക്കാൻ സാധിക്കും. അബി താങ്ക് യു ഫോർ ദ മരക്കട്ട. ഓക്കെ, സോ ഞാനൊരു സ്കെയിൽ എടുക്കുന്നു. സ്കെയിലിന് ശേഷം നേരെ ഇവിടെ വെക്കണം. കണ്ടോ ഈ മരക്കട്ടകൾ തമ്മിലുള്ള അകലം, ഈ വുഡൻ ബ്ലോക്കുകൾ തമ്മിലുള്ള അകലം എടുത്ത് നമുക്ക് എന്ത് കിട്ടിയതാ? കറക്റ്റ് ആയി. കണ്ടോ നമുക്ക് എത്ര കിട്ടി? 1.5 അല്ലേ, 1.5 സെന്റിമീറ്റർ. 1.5 സെന്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി. സോ ഇതാണ് ആ ഗോളത്തിന്റെ വ്യാസം. നിങ്ങളിപ്പോൾ ആലോചിക്കും, ഈ ഒരു ബാസ്കറ്റ് ബോൾ ഞാൻ എടുത്തിന് അതിന് 1.5 സെന്റിമീറ്റർ ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കും. അങ്ങനൊന്നും ആലോചിക്കണ്ട. നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. സോ ഞാനൊരു പ്രാക്ടിക്കലായിട്ട് കാണിച്ചൊരു ഫിഗർ കാണിച്ചു തരാം. സോ നോക്കിക്കോ, ഇത് കണ്ടോ, ഏകദേശം ഇതൊരു ഫുട്ബോളാണ്. ഒരു ചുവര്, ഈ ചുവരിന്റെ മുകളിൽ നമ്മൾ ഫുട്ബോൾ ചേർത്ത് വെച്ചിട്ട് ഒരു ടൈലിന്റെ പീസോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പീസ് എടുത്ത ശേഷം ഇങ്ങനെ ചേർത്ത് വെച്ചു. ഇതൊരു സ്കെയിൽ എടുത്തു. എനിക്ക് എത്ര കിട്ടി? 8 സെന്റിമീറ്റർ കിട്ടി അല്ലേ? 8 സെന്റിമീറ്റർ അല്ലേ? യെസ്, 8 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ഏകദേശം അത്രയും വലുതായിരിക്കും ഇതിന്റെ ഏകദേശം ഉണ്ടാവുന്ന ഒരു പറഞ്ഞാൽ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രിക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം അളവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ കോംപ്ലിക്കേറ്റഡ് ആയ അളവൊന്നും ഇല്ല, നമ്മൾ അങ്ങനെ ട്രീറ്റ് എന്നുള്ള കാര്യമാണ്. സോ 8ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൈസ്കൂളിന്റെ സ്റ്റാർട്ടിങ് സെഷനാണ്. നമ്മൾ 8ൽ പഠിക്കുന്ന കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിക്കണം. സോ 8th കോംപ്ലിക്കേറ്റഡ് ആവും. എപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷേ സൈലത്തിന്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ നിങ്ങളെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കും, സെറ്റാക്കി തരും. സോ എന്ത് ചെയ്യണം? താഴെ നമ്പറിൽ വിളിക്കുക, അഡ്മിഷൻ എത്രയും പെട്ടെന്ന് എടുക്കുക, ഞങ്ങളുടെ കൂടെ സൈലമിയനാവുക. സോ ഞങ്ങൾ സ്വന്തം കുട്ടികളായിട്ട് മാറുക കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ ഇതേപോലുള്ള ബ്യൂട്ടിഫുൾ ആയ വീഡിയോസുമായിട്ട് വരാം. സോ മൈ നെയിം ഈസ് AK. കുട്ടികൾ തന്നെ മനസ്സാരെന്ന് വിളിക്കും. നിങ്ങൾക്ക് എന്ത് വിളിക്കാം? അങ്ങനെയല്ല, മനസ്സാരെന്ന് വിളിച്ചാൽ മതി. സോ സീ ഇൻ നെക്സ്റ്റ് സെഷൻ. ബൈ. താങ്ക് യു.